News now from Karnataka, where over 3,000 women marched for 10 days from Raichuru in North Karnataka to the capital Bengaluru to demand prohibition in the state. The march began on the 19th of this month, with women calling for a complete ban on alcohol and wanting to know the stand of all political parties on that issue. Alcoholism. Alcoholism has been a raging problem in rural India lately. A recent study found that teenagers in rural India are more likely to consume alcohol than the ones in urban areas. Around 4,000 women in Karnataka marched to Bangalore in January last week demanding a ban on alcohol. They complained of alcohol abuse by their family members and walked for 200 kilometers on foot. While some complained of being beaten by their husbands, others spoke about how their families were destroyed as their children were orphaned. Alcoholism has certainly shattered their homes, stolen childhoods, and pushed the rural households to poverty and suffering. The women's journey was filled with challenges as they took shelter in open grounds, braving the heat in the morning and cold in the night, besides eating sparse meals. Marottichal, a small village located in Puttur Panchayat in Thrissur district of Kerala, is barely known. But this village is special in many ways, but for the right reasons. A place that was high on alcohol is now high on chess, as the people of the village are fully involved in the game of chess. പുത്തൂർ പഞ്ചായത്തിലെ ഈ മലയാറ്റുചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 10-30 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സൈസുകാരും പോലീസുകാരൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. അതായത് ഇവിടെ ഒരു 80% ആൾക്കാരും വാറ്റും കുടിയൊക്കെ ആയിട്ട് നടന്നിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഉണ്ണിമാമൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചായക്കട നടത്തുന്ന ആള് മോന്തരാണ് ചെസ് കളിയുടെ ഇതിലേക്കൊക്കെ വന്ന് പിന്നെ ഇവിടെ മദ്യനിരോധന സമയമൊക്കെ ഉണ്ടായി. ഈ കളിയുടെ ഇതിലൊക്കെ വന്ന് ആൾക്കാർ ഈ മദ്യപാനത്തിൽ നിന്ന് മാറിയത്. അന്നിവിടെ ഒരു കുടിയേറ്റ മേഖലയായിരുന്നു. അപ്പം വേറെ വരുമാന മാർഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. കൃഷിക്കാരാണെങ്കിൽ ആ കൃഷി 5-6 വർഷങ്ങളിൽ കഴിയാണ്ടൊന്നും ഇതിൽ കിട്ടില്ല. ആ സമയത്ത് ഇവിടെ വാറ്റ് എന്നുള്ളൊരു ഇത് ശരിക്കും വന്നു. അതിനുള്ളൊരു വരുമാനം എല്ലാ വീടുകളിലും വന്ന് അങ്ങനെ ഒരു തലമുറ മൊത്തം ഒരു കുടിയന്മാരെ പോലെ ആയി. വീട്ടിലെ സമാധാനങ്ങളും നാട്ടിലെ കലാപങ്ങളും ഓണായാലും പെരുന്നാളായാലും എന്നും അടിയും പിടിയും മാത്രമുള്ളൊരു ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഇങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു മദ്യവിമുക്ത ഗ്രാമമാക്കി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മദ്യവിരുദ്ധ സമിതി രൂപീകരിച്ചു. അപ്പോൾ അതിലത്തെ പ്രവർത്തകന്മാരും മുഴുവൻ ചെസ്സിൽ പിടിച്ച് രാത്രി ഉറക്കൊളിച്ചിരുന്നു. എവിടെ വാറ്റുണ്ടോ അവിടെയൊക്കെ പിടിക്കാൻ പോകാൻ വേണ്ടി രാത്രി ഉറക്കൊളിച്ചിരിക്കും. അപ്പോൾ സമയം പോകാൻ വേണ്ടി ഒരുപാട് പേരെ കളിയും പഠിപ്പിക്കാൻ പറ്റി. ഒരു അമേരിക്കൻ കളിക്കാരൻ ബോബി ഫിഷറും റഷ്യൻ കളിക്കാരൻ സ്പാസ്കിയും തമ്മിലൊരു കളി വിവാദമായി ലോകം മുഴുവൻ. അങ്ങനെ പേപ്പറിൽ ആ ന്യൂസിൽ വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് ഒരു ധാരണ മനസ്സിൽ വന്ന് കളി പഠിക്കാനൊക്കെ തോന്നിയത്. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി ഒരു ആശാൻ്റെ അടുത്ത് പോയി കളി പഠിച്ച് ഇവിടെ വന്ന് കൂട്ടുകാർക്കൊക്കെ കളി പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ കളിക്കാനുള്ള കിട്ടി. ദിവസവും വൈകുന്നേരം ഉത്സവം കിട്ടുമ്പോഴൊക്കെ കളി. സ്ത്രീകളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും കണ്ടറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഇത് ഉണ്ടാക്കിയത്. കാരണം ഒന്നിനോ ചീട്ടുകളി അല്ലെങ്കിൽ മദ്യപാനം രണ്ടിൻ്റെ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ അടി. ഭർത്താക്കന്മാരൊക്കെ പാമ്പിൻ്റെ മാതിരി അഴിഞ്ഞാണ് വീട്ടിൽ വന്നിരുന്ന കാലം. കിട്ടുന്ന കാശ് മുഴുവൻ കണ്ടും കുടിച്ച് ചീട്ടും കളിച്ച് കളയും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ചീട്ടുകളി പാടെ നിന്ന് പോയി. എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയൊരു ബാക്ക് ആക്സിഡൻറ്റ് പറ്റി. ഞാൻ ഒരു വർഷക്കാലം ചികിത്സയാണ്, ഒരു 50 ദിവസത്തിലാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ വീട്ടിൽ വന്ന് കിടക്കുന്ന സമയത്ത് ആളവിടെ ചികിത്സകളൊക്കെ തന്നെ നന്നായി സഹായിച്ചിരുന്നു. അതിനുശേഷം ഇവിടെ വീട്ടിൽ വന്ന് ഇപ്പോൾ ഇവിടുന്ന് 5 കിലോമീറ്റർ അകലാണ് വീട്. അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ടിരുന്നത് ഇവിടെ. അപ്പം ആൾക്കൊരു ഇതുമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ ഒരു മെൻ്റൽ എക്സസൈസ് എന്നുള്ള ഇതിനെപ്പറ്റി ആൾക്കും നല്ല ബോധ്യമുണ്ട് എത്ര പറ്റി. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനും കൂടിയാവും. പക്ഷേ അദ്ദേഹം എന്നെ അതിപ്പം മെൻ്റലി ഡിസേബിളാണ്, മെൻ്റലി ശരിക്കും ആ സമയത്ത് എന്നെ കൊണ്ടുവന്നിരുന്നത് ഞാനൊരു കബഡി പ്ലെയറാണ് കോളേജിലേക്ക്.
അപ്പം എനിക്കിതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല, വലിയ ശരിക്കും പറഞ്ഞൊരു പിച്ചാണ്, വലിയ കളി കളിക്കുന്നതാണ്. പക്ഷേ എൻ്റെ ഞാൻ ഇവിടെ അതിനുശേഷം ആൾ എന്നോട് കളിക്കാനും കളിച്ചൊക്കെ ഒരു വർഷം കൊണ്ട് അത്ഭുതകരമാണ്. ശരിക്കും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. മെൻ്റൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ ഒരു കോയിൻ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആ കോയിൻ്റെ അത് മൂവ് ചെയ്യുമ്പോഴത്തെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ അത് ഉണ്ടാവുന്ന അച്ചീവ്മെൻറ്റ്സ് ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ടോട്ടൽ ഒരു 1000 തിങ്സ് വരും. അപ്പോൾ അത് നമ്മുടെ ഇതിനെ നമ്മൾ എത്രമാത്രം ശരിക്കും ഞാനൊരു അതിലൊരു ശരിക്കും പ്രൂവ്ഡാണ്. അപ്പം അങ്ങനെ ഇത് വന്ന് കളിച്ചപ്പോൾ അപ്പോൾ കളിയോട് വലിയ നമുക്ക് അതിനോട് വലിയ അങ്ങനെ ഈ കളി നമ്മൾ ശരിക്കും ലൈഫിലെ ശരിക്കും മെൻ്റലി ഫിറ്റ്നസ് ഉണ്ടാവുന്ന വേണ്ടിയിട്ട് 100% കണ്ടിട്ടുണ്ട്. ഞങ്ങൾ സമയങ്ങൾ ചെലവഴിക്കാനും ബുദ്ധിശക്തി വികസിക്കാനും മറ്റുള്ളവർക്ക് ഒരു മാതൃകയൊക്കെ ആയിട്ട് കടകളിലും വീടുകളിലും ഒക്കെ ചെസ് കളിക്കാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ചെസ് കളിക്കും. കടകളിലും ഞങ്ങൾ നേരം പോക്കും ആവും. ബിസിനസ്സൊക്കെ കുറയുമ്പോൾ ഞങ്ങൾ ചെസ്സുകൾ വന്ന് കളിക്കും. അതായത് ഞാൻ ചെസ് കളി പഠിച്ചിട്ട് ഏകദേശം ഒരു 10-12 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഞാൻ ചെസ് അത്യാവശ്യം ഒന്നൊക്കെ മദ്യപിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ മദ്യപിച്ച് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെസ് കളി ഇങ്ങനെ കാണും. ആദ്യം കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. അത് ഒരു പൊട്ടന്മാരെ കളി എന്നുള്ളൊരു രീതിയിലേ നമ്മളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അങ്ങനെ പതുക്കെ ഞങ്ങൾ ഇങ്ങനെ ഇതിനെപ്പറ്റി അത്യാവശ്യം മാമൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിൻ്റെ ഒരു ഐഡിയകളും കാര്യങ്ങളും പറഞ്ഞു തന്നു. പിന്നെ അതിനോട് ചേർന്ന കാര്യങ്ങൾ കുറച്ച് എങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കളിക്കാൻ ഒരു താല്പര്യമായി. പിന്നെ വൈകുന്നേരം സമയങ്ങളിൽ നമ്മൾ മദ്യപിക്കുന്ന ആ സമയങ്ങളിൽ നേരെ ഈ കളിക്കാരുടെ അടുത്തേക്ക് നീങ്ങാം. അപ്പോൾ ആ മദ്യത്തിനോടുള്ള ഒരു ആസക്തി അങ്ങനെ കുറച്ച് കുറഞ്ഞ് കളിയിലേക്ക് മാത്രമായിട്ട് മാറി. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10-12 വർഷം, അതിനും 10-12 വർഷമായിട്ട് കഴിക്കലില്ല, തീർത്തും കഴിക്കലില്ല. അപ്പോൾ അതിനു മുമ്പ് അത്യാവശ്യം ഈ നല്ല മദ്യപാനം, പണികളില്ലാത്ത സമയങ്ങളിൽ കൂടുതൽ രാവിലെ മുതൽ ഇങ്ങനെ മദ്യം കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ വൈകുന്നേരങ്ങളിൽ പണിയുള്ള ദിവസം വൈകുന്നേരങ്ങൾ കഴിക്കും. അങ്ങനെ ഒരു മദ്യം ഇതായിരുന്നു. അപ്പോൾ ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷം കളിയിലേക്ക് തന്നെ അത് ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ തീർത്തും അങ്ങനെ മദ്യപാനം അങ്ങനെ അങ്ങോട്ട് ഒഴിവായി കിട്ടി. അത് വലിയൊരു ഗുണമായി. അത്യാവശ്യം നമ്മൾ കളിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ അഡിക്റ്റ് ആവാണ്. അതിനുള്ള അവർ അവോയ്ഡ് ചെയ്ത് വിമർശനങ്ങളെ ഞങ്ങൾ കണ്ടില്ല എന്ന് അടിച്ചു. ക്രമേണ അവരുടെ വിമർശനത്തിന്റെ മൂർച്ച കുറഞ്ഞു. അതൊക്കെ ഞങ്ങളുടേതായിട്ടുള്ള അതിലേക്ക് കൊടിയന്മാരടക്കം പാർട്ടിയാരടക്കം ഞങ്ങളുടെ മുൻപന്തിയിൽ ഇതിന്റെ സംഘടനയുടെ ഭാരവാഹികൾ വരെ ആവാനുള്ള മാനസികമായൊരു പക്വത അവർക്ക് വന്നു. തുടങ്ങുന്നതിന് മുമ്പ് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ല, അത് ഞങ്ങൾക്കും അത്ര വലിയ കാര്യമായിട്ടുള്ള ഇത് ഇല്ലായിരുന്നു. ഒരു വിനോദം എന്നുള്ള ലെവലിലാണ് അത് തുടങ്ങി. അത് വ്യാപിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഇപ്പോൾ ചെസ്സ് വന്നതിന് ശേഷം നമ്മുടെ സ്കൂളുകളായാലും മറ്റുള്ള എല്ലാ മേഖലകളിലേക്കും നമ്മുടെ ചെസ്സ് വ്യാപരിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏത് കുട്ടികളുടെ നമ്മളിരുത്തി ഒന്ന് കളിക്കാൻ വിളിച്ചാൽ വരെ അവർ വരെ കളിക്കാൻ സന്മനസ്സോട് കൂടിയിട്ട് അത്രയും ഭാഗമായിട്ട് വളർത്തിയെടുത്തു ആള്. അത് ആൾക്കുടെ ഒരു നല്ലൊരു കഴിവായിരുന്നു. പിന്നെ ആൾക്കുടെ കൂടെ കുറേ ശിഷ്യന്മാരുണ്ട്. അവരായിട്ട് ഉള്ള എല്ലാ മേഖലകളിലും തന്നെ എത്തി തന്നെ നമുക്ക് പറയാം. കുറേ നല്ല ഗുണങ്ങൾ ശാസ്ത്രീയ മേഖലയിൽ ഞങ്ങൾ കണ്ടുപിടിക്കും. അതുവരെ ഞങ്ങളൊരു വിനോദമായിട്ട് തന്നെ കണ്ടിരുന്നത്. അതായത് ക്ഷമ, ബുദ്ധി, കുറച്ച് അച്ചടക്കം, നല്ല ചിന്തകൾ, ഇന്റലിജന്റ് വായിക്കൂ, ഇങ്ങനെയെല്ലാം ഒരുപാട് ഇത് കിട്ടുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ ഇത് ജനങ്ങളിലേക്ക് അങ്ങനെ ഒരു ഗ്രാമം, ഒരു പുതിയ ഒരു നവോത്ഥാനം. പണ്ട് പഴയകാലത്ത് നമ്മുടെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി ഇവരൊക്കെ വേറെ ഒരു രീതിയിലായിരുന്നു നവോത്ഥാനത്തിന് അയിത്തം. ഞങ്ങൾ വേറൊരു രീതിയിൽ ബുദ്ധിപരമായ ഒരു ജനതനെ കെട്ടിപ്പിടിച്ച് മൊത്തം ഇതുകൾ ആ ജനതയോട് എല്ലാ തരത്തിലുള്ള ഇതുകളും മാറ്റിയെടുക്കാം. പിന്നെ അവരെ വേറെ ഓരോ വിഷയത്തിന് വേണ്ടി ഒരു നവോത്ഥാനം വേണ്ട, ബുദ്ധിയും ഉയർന്ന ചിന്തകളും അച്ചടക്കമുള്ള ഒരു ജനതയായി കഴിയുമ്പോൾ തന്നെ എല്ലാ നവോത്ഥാനങ്ങൾക്കും ഉത്തരമായി. While other villages in rural India fight the issue out, this village proved that alcoholism is an addiction that can be overcome by cultivating better habits.